അപ്പൊ ഏഴാമത്തെ ചോദ്യം നസ്ര ഒന്ന് വായിച്ചേ. ഓക്കെ, അപ്പൊ എന്താണ് നസ്രയ വായിച്ച ചോദ്യത്തിന് അർത്ഥം? അർത്ഥം മനസ്സിലായാലും നമുക്ക് കണക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഓരോന്നോരോന്നായിട്ട് വായിക്കും. ഒരാള് രണ്ട് സ്കീം എടുത്തു. 10,000 റുപ്പീസിന്റെ രണ്ട് സ്കീം എടുത്തെന്ന് പറഞ്ഞിട്ടില്ല, ഉണ്ടോ? 1 lakh ആണോ? അപ്പൊ 1 lakhന്റെ രണ്ട് സ്കീം എടുത്തു എന്നല്ല പറഞ്ഞേക്കുന്നത്. അങ്ങനെ പറഞ്ഞേക്കുന്നത് 1 lakhന്റെ രണ്ട് സ്കീം എടുത്തു എന്ന് പറഞ്ഞേക്കുന്നത് അല്ല. എ പേഴ്സൺ ഇൻവെസ്റ്റഡ് 1 lakh rupees in 2 schemes. 1 lakh ആണോ നോക്കിക്കേ. 1, 10, 100, 1000, 10,000, ലക്ഷം. അപ്പൊ 1 ലക്ഷം രൂപ രണ്ട് സ്കീമിൽ, സ്കീം മീൻസ് പദ്ധതി എന്നേ ഉള്ളൂ, രണ്ട് പദ്ധതികളിലായി കൊണ്ടുപോയി എന്ത് ചെയ്തു? നിക്ഷേപിച്ചു, ഇൻവെസ്റ്റ് ചെയ്തു. രണ്ടിടത്ത് 1 ലക്ഷം രൂപ ഇട്ടു എന്നല്ല പറഞ്ഞേക്കുന്നത്. പിന്നെയും 1 ലക്ഷം രൂപ എന്ന് വെച്ചാൽ രണ്ടിടത്തോട് കൊണ്ടുവന്ന് ഇട്ട പൈസ കൂട്ടുമ്പോ എത്ര രൂപ കിട്ടണം? 1 ലക്ഷം രൂപ കിട്ടണം. ഓക്കെ, എന്നിട്ട് ഈ പൈസ കൊണ്ട് ചെല്ലുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുമല്ലോ. അതിൽ ഒരിടത്ത് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 7%, മറ്റൊരിടത്ത് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 6%. ഒരിടത്ത് 7%, മറ്റൊരിടത്ത് 6% ആണ് കിട്ടുന്നത്. എന്നിട്ട് ഇതർത്ഥം അപ്പൊ 1 വർഷത്തേക്കാണ് രണ്ട് ബാങ്കിലും കൊണ്ട് പൈസ കിട്ടും. ഒന്നാമത്തെ ബാങ്കാന്ന് വിചാരിക്കാം, ബാങ്കിൽ നിന്ന് കിട്ടിയ ഇൻട്രസ്റ്റ് പലിശയും രണ്ടാമത്തെ ബാങ്കിൽ നിന്ന് കിട്ടിയ ഇൻട്രസ്റ്റ് പലിശയും കൂടെ കൂട്ടിയപ്പോൾ എത്ര രൂപ പലിശയായിട്ട് കിട്ടി? 6,750. 6,750 രൂപ എന്തായിട്ട് കിട്ടിയിട്ടുണ്ട്? പലിശയായിട്ട്, ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനാണെങ്കിൽ ആ രണ്ട് സ്കീമിലായിട്ട് എത്ര രൂപയാണ് നിക്ഷേപിച്ചത്? അപ്പൊ ഒന്നുകൂടെ, രണ്ട് ബാങ്കിലൂടെ എത്ര രൂപ ഡെപ്പോസിറ്റ് ചെയ്തു? 1 ലക്ഷം രൂപ. ഒന്നാമത്തെ ബാങ്കിന്റെ പലിശ എത്ര? 7%, 7%. രണ്ടാമത്തെ ബാങ്കിന്റെ പലിശ 6%, 6%. എത്ര വർഷത്തേക്കാ? 1 ഇയറിലേക്കാണ്. 1 ഇയർ കഴിഞ്ഞപ്പോ രണ്ട് ബാങ്കിൽ നിന്നൂടെ ഇൻട്രസ്റ്റ് ആയിട്ട് എത്ര രൂപ കിട്ടി? 6,750. 6,750 രൂപ പലിശയായിട്ട് കിട്ടി. അങ്ങനെ ആണെങ്കിൽ ഓരോ സ്കീമിലും എത്ര രൂപ ഡെപ്പോസിറ്റ് ചെയ്തു, നിക്ഷേപിച്ചു എന്നാണ് ചോദ്യം. എല്ലാവർക്കും ചോദ്യം ക്ലിയർ ആയോ? ഓൾ സ്റ്റാൻഡപ്പ് ചോദ്യം ഒന്ന് വായിച്ചു നോക്കിക്കേ. അപ്പൊ ചോദ്യം ക്ലിയർ ആയോ? മനസ്സിലായി. ചോദ്യം ഒന്ന് വായിച്ചു നോക്കുക. മനസ്സിലാകുന്നെങ്കിൽ ഇരിക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കുക. ഓക്കെ, എഴുതുക ആൻസർ. എന്റെ കൂടെ എഴുതിക്കോണം. സ്കീം 1. അപ്പൊ എഴുതുമ്പോൾ പദ്ധതി 1. സ്കീം 1, പദ്ധതി 1. ഓക്കെ, അവിടെ എത്ര രൂപ നിക്ഷേപിച്ചു? അറിയോ? ആ ബാങ്കിൽ എത്ര രൂപ നിക്ഷേപിച്ചു എന്നറിയോ? ഇല്ല. എഴുതുക. നിക്ഷേപിക്കുന്ന തുകയെ എന്ത് വിളിക്കുമെന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചേച്ചു പോയത്? പ്രിൻസിപ്പൽ, അല്ലെ? മലയാളത്തിൽ മുതൽ എന്ന് വിളിക്കും. അപ്പൊ എഴുതുക. ഈക്വൽ, ഞാൻ തൽക്കാലത്തേക്ക് എന്തെന്ന് എടുക്കുന്നു? P1. എന്ത് വിളിക്കുന്നു? P1. എഴുതുക. മുതൽ സമം P1. ബ്രാക്കറ്റിൽ സങ്കൽപ്പിക്കുക, സപ്പോസ്
അപ്പൊ ഒന്നാമത്തെ ബാങ്കിൽ എത്ര രൂപ ഡെപ്പോസിറ്റ് ചെയ്തു നിക്ഷേപിച്ചു നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് വിളിച്ചു? P1. ഓക്കെ. ഇനി ആ ബാങ്ക് എത്ര പലിശ കൊടുക്കുന്നത്? ഇൻട്രസ്റ്റ് 7%, 7%. അതിന് നമ്മൾ എന്തൊരു പേര് വിളിക്കുമല്ലോ? കഴിഞ്ഞ ദിവസം പഠിച്ചിട്ട് പോയതാ. അതിന് വാക്കോ ഇൻട്രസ്റ്റ് എന്നാന്ന് പറഞ്ഞേ. 7%. എന്ത് പറഞ്ഞ പേര്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, പലിശ നിരക്ക്. നല്ല പഠിച്ചിട്ട് പോയി എഴുതുക. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, പലിശ നിരക്ക്. അതിനെ ഏതക്ഷരം കൊണ്ടായിരുന്നു സൂചിപ്പിക്കുന്നത്? R. ഈക്വൽ എത്രയാണെന്ന ക്വസ്റ്റിന് പറയുന്നത്? 7%. 7%. എത്ര വർഷത്തേക്കാണ് പൈസ അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് നിക്ഷേപിച്ചത്? അതിനെന്താ പറയുന്ന പേര്? നമ്പർ ഓഫ് ഇയേഴ്സ് അല്ലെങ്കിൽ ടൈം. മലയാളത്തിൽ കാലാവധി എന്ന് പറയും. എഴുതുക. നമ്പർ ഓഫ് ഇയേഴ്സ്. നമ്പർ ഓഫ് ഇയേഴ്സ്, കാലാവധി. സൂചിപ്പിക്കുന്ന അക്ഷരം ഏതായിരുന്നു? N. N is equal to എത്ര? 1 year, ഒരു വർഷം. ഇത്ര എഴുതിയോ? ഇനി എന്റെ വളരെ നിസ്സാരമായ ഒരു ചോദ്യം ശ്രദ്ധിച്ചു എന്നോട് ഉത്തരം പറയുക. ഇവിടുത്തെ സ്കീം ഏതാ? സിമ്പിൾ ഇൻട്രസ്റ്റ് ആണോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണോ? സാധാരണ പലിശയാണോ കൂട്ടുപലിശയാണോ? സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ചോദ്യമാണോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ചോദ്യം? അതറിഞ്ഞാലല്ലേ മുന്നോട്ട് നീങ്ങാൻ പറ്റും. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, കൂട്ടുപലിശ ആണോ? സിമ്പിൾ ഇൻട്രസ്റ്റ്, സാധാരണ പലിശ. അങ്ങനെ മനസ്സിലായി? ഇത് ഏത് സ്കീമാന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് പലിശ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ചോദ്യം സിമ്പിൾ ഇൻട്രസ്റ്റ് ആണോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണോ? സാധാരണ പലിശയാണോ കൂട്ടുപലിശയാണോ? നിങ്ങളിങ്ങനെ നിർനിമേഷമായിട്ട് ഇരിക്കാനല്ലേ? എന്തെങ്കിലും ഉത്തരം പറയും, അല്ലെങ്കിൽ അറിയത്തില്ല. എങ്കിലല്ലേ നമുക്ക് അടുത്തേക്ക് പോകാൻ പറ്റത്തുള്ളൂ. സിമ്പിൾ ഇൻട്രസ്റ്റ് സാധാരണ പലിശയാണോ കൂട്ടുപലിശ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? പോരട്ടെ. ഇത് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കണക്കാണ്, സാധാരണ പലിശയുടെ കണക്കാണ്. അതെനിക്ക് എങ്ങനെ മനസ്സിലായി? കൂട്ടുപലിശയുടെ കണക്കാണെങ്കിൽ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കണക്കാണെങ്കിൽ ചോദ്യത്തിൽ നിങ്ങളോട് വ്യക്തമായി പറയും അവിടെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കോമ്പൗണ്ടഡ് ആനുവലി, ഒന്നുകിൽ വാർഷികമായ കൂട്ടുപലിശ, അല്ലെങ്കിൽ ഹാഫ് ഇയർലി ഉള്ള കൂട്ടുപലിശ, അർദ്ധവാർഷികമായിട്ടുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നൊക്കെ ചോദ്യത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കും. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാത്തത് കൊണ്ട് മനസ്സിലാക്കിക്കോണം ഇത് എന്ത് ഇൻട്രസ്റ്റ് ആണ്, എന്ത് പലിശയാണ്? സാധാരണ പലിശയാണ്, സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. ഞാൻ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആയോ എല്ലാവർക്കും? ആയോ? അപ്പോന് ക്ലിയർ ആയോ? അപ്പൊ എഴുതുക. ഇൻട്രസ്റ്റ് ഈക്വൽ, ഇൻട്രസ്റ്റിനെ സൂചിപ്പിക്കുന്ന അക്ഷരം സാധാരണഗതിയിൽ എന്താണ്? ഇൻട്രസ്റ്റിന്റെ അക്ഷരം I. അതിന് പകരം നമ്മൾ എഴുതി വെക്കുന്നു I1. എന്താ I1 എന്ന് എഴുതാൻ കാരണം? രണ്ട് ബാങ്കിന്റെയും കൂടെ കാര്യമുള്ളതുകൊണ്ടാണ് I1. സിമ്പിൾ ഇൻട്രസ്റ്റ് അഥവാ സാധാരണ പലിശ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നല്ലോ. PNR by 100 ഈക്വൽ. ഇത്ര വരെ എഴുതിയോ? ഇനി ഓരോരുത്തർക്കും വില കൊടുക്കാൻ പോവാം. പിക്ക് പകരം P1. P1 ഇൻറ്റു എന്നിന് പകരം 1 ഇൻറ്റു ആറിന് പകരം 7 ബൈ 100 100. P1 ഇൻറ്റു 1 ഇൻറ്റു 7. ഇതിലെ 1 ഇൻറ്റു 7നെ നമുക്ക് എന്തെന്ന് വിളിക്കാം? 7. അപ്പൊ ഇതെന്ത് എഴുതി വെക്കാം? 7P1 ബൈ 100. സംശയം ഉണ്ടോ ആർക്കെങ്കിലും? പിന്നെ P1 അറിയാമെങ്കിൽ ഒന്നാമത്തെ ബാങ്കിന് എത്ര ഇൻട്രസ്റ്റ് കിട്ടി നമുക്ക് ഇപ്പൊ കണ്ടുപിടിച്ച് കൊടുക്കാൻ പറ്റും. പക്ഷെ ആരും അറിയത്തില്ല. അതാണ് നമുക്ക് പിന്നെ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഒന്നാമത്തെ ബാങ്കിൽ എത്ര രൂപ ഇട്ടു, രണ്ടാമത്തെ ബാങ്കിൽ എത്ര രൂപ ഇട്ടു എന്നല്ല കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഓൾ സ്റ്റാൻഡപ്പ് ഒന്ന് വായിച്ചു നോക്കി.
അപ്പൊ റെഡിയായോ? ഓക്കെ. ഓക്കെ, അത് ശരി. നമ്മൾ ഇനി സ്കീം 2 പോവുകയാണ്. എഴുതുക സ്കീം 2. സ്കീം 2 പദ്ധതി 2. സ്കീം 2 പദ്ധതി 2. ഇപ്പൊ എഴുതിയതുപോലെ അവിടുത്തെ കാര്യങ്ങളൊന്ന് പറഞ്ഞേ. പ്രിൻസിപ്പൽ മുതൽ എന്താണ്? അവിടെ എനിക്ക് നിങ്ങളോട് ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്താണ് അഭിപ്രായ വ്യത്യാസം? ആലോചിച്ചാൽ ഉത്തരം കിട്ടും. 2 ബാങ്കിലും കൂടി എത്ര രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്തത്? 1,00,000. ഉറപ്പാണേ. അതിൽ ഒന്നാമത്തെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തതിനെ, നിക്ഷേപിച്ചതിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? P1 എന്ന് വിളിച്ചു കഴിഞ്ഞു. അപ്പൊ അങ്ങനാണെങ്കിൽ രണ്ടാമത്തെ ബാങ്കിൽ നിക്ഷേപിച്ചത്, ഡെപ്പോസിറ്റ് ചെയ്തത് എത്ര രൂപയായിരിക്കും? P1 മൈനസ് ഒന്ന് വല്ല ചോദിക്കേ. 1 lakh മൈനസ് P1. രണ്ടിടത്തോട് 1,00,000 രൂപ നിക്ഷേപിച്ചു. 1, 10, 100, 1000, 10,000, ലക്ഷം. അതിൽ നിന്ന് ഒന്നാമത്തെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത തുകയായ P1 അങ്ങ് കുറച്ചാ പോരെ? അപ്പൊ ബാക്കി തുകയല്ലേ എവിടെ കൊണ്ടുപോയി കൊടുത്തത്? രണ്ടാമത്തെ ബാങ്കിൽ കൊണ്ട് കൊടുത്തത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഐഷ 1,00,000 രൂപ 2 ബാങ്കിൽ കൊണ്ടുപോയി നിട്ടു എന്ന് വിചാരിക്കും. അതിൽ ഒന്നാമത്തെ ബാങ്കിൽ ഐഷ ഒരു 60,000 രൂപയാണ് കൊണ്ടുപോയി നിട്ടത്. എങ്കിൽ രണ്ടാമത്തെ ബാങ്കിൽ എത്ര രൂപ ആയിരിക്കും കൊടുത്തത്? 1,00,000-ൽ നിന്ന് ഒന്നാമത്തെ ബാങ്കിൽ ഇട്ട പൈസയായ 60,000 കുറച്ച് കിട്ടുന്ന 40,000 രൂപ ആയിരിക്കത്തില്ലേ രണ്ടാമത്തെ ബാങ്കിൽ കൊടുത്തത്? അപ്പൊ നമ്മുടെ കണക്കനുസരിച്ച് 1,00,000 മൈനസ് P1. ഓക്കെ. അടുത്തത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, പലിശ നിരക്ക്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, പലിശ നിരക്ക് സൂചിപ്പിക്കുന്ന അക്ഷരം R ഈക്വൽ 6%. 6% ആണോ? അടുത്തത് നമ്പർ ഓഫ് ഇയേഴ്സ്, കാലാവധി. N ഈക്വൽ 1 ഇയർ, 1 വർഷം. സിമ്പിൾ ഇൻട്രസ്റ്റോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റോ? സാധാരണ പലിശയോ കൂട്ടുപലിശയോ? സിമ്പിൾ ഇൻട്രസ്റ്റ്, സാധാരണ പലിശ. അപ്പൊ എഴുതുക ഇൻട്രസ്റ്റ് ഈക്വൽ പലിശ സമം I2 ഈക്വൽ PNR ബൈ 100. ഇനി ഓരോരുത്തരുടെ വില നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നു. പിക്ക് പകരം 1 lakh മൈനസ് P1, അതൊരു ബ്രാക്കറ്റിൽ ഇടണം, ഇൻറ്റു എന്നിന്റെ വില 1 ഇൻറ്റു ആറിന്റെ വില 6 ഡിവൈഡഡ് ബൈ 100. ഈ 1 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ ആരാ? 6. അപ്പൊ നമുക്ക് എങ്ങനെ ഇത് വെക്കാം? 6 ഇൻറ്റു 1 lakh, 1,00,000 മൈനസ് P1 ബൈ 100. അപ്പൊ ഇവിടെ P1 അറിയാമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ബാങ്കിന് എത്ര രൂപ ഇൻട്രസ്റ്റ് കിട്ടിയ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിഷ്പ്രയാസം കണ്ടുപിടിക്കാൻ പറ്റും. ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഓൾ സ്റ്റാൻഡേർഡ് സ്കീം 2 ഒന്ന് വായിച്ചു നോക്കിക്കേ. സ്കീം 2 വായിച്ചു നോക്കുക. മനസ്സിലാകുന്നെങ്കിൽ ഇരിക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കുക. ഇനി ചോദ്യത്തിൽ നമ്മൾ എടുക്കാത്തൊരു സാധനം കിടപ്പുണ്ട് ബാക്കി. ആർക്കെങ്കിലും പറയാൻ എന്തുവാന്ന്? എന്തുവാ? 1 വർഷം കഴിഞ്ഞ് 2 പദ്ധതിയിൽ നിന്നും 6,750 രൂപ പലിശ കിട്ടി. 6,750 അല്ല, 6,750 രൂപ. 6,750 റുപ്പീസ് എന്തായിട്ട് കിട്ടി? ഇൻട്രസ്റ്റ് ആയിട്ട് എവിടുന്ന് കിട്ടി? 2 ബാങ്കിൽ നിന്ന്. അപ്പൊ ഇനി മുതൽ അങ്ങോട്ട് വളരെ ശ്രദ്ധിച്ചെഴുതണം. ഇത്രയും നേരം നമ്മുടെ സ്കീം 1 സ്കീം 2 ഒക്കെ വേറെ വേറെ എഴുതിയത് നമ്മൾ ഒരുമിച്ച് 2 ബാങ്കിനെ കൊണ്ട് എഴുതാൻ പോവാം. അപ്പൊ എഴുതുക അടുത്ത വരിയില് ഒന്നാമത്തെ ബാങ്കിൽ നിന്ന് കിട്ടിയ ഇൻട്രസ്റ്റ് എന്തുവായിരുന്നു?
അല്ല, I1. രണ്ടാമത്തെ വാങ്ങിക്കുന്ന കിട്ടിയ ഇൻട്രസ്റ്റ് I2. ഇത് എത്രയാണെന്നാ പറഞ്ഞേക്കുന്നത്? 6750, 6750 rupees. 6750 രൂപ. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതിനകത്തിൽ കൊടുക്കാൻ വേണ്ടി നമ്മൾ I1ഉം I2 ഒക്കെ പ്രത്യേകം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഉണ്ടല്ലോ, ആ വില ബുക്കിൽ നോക്കി പറഞ്ഞു. നിങ്ങളുടെ കയ്യിലാണ് I1ന്റെ വിലയുള്ളത്. പറഞ്ഞാട്ടെ. എന്റെ കൂടെ എഴുതി വെക്ക. 7P1 by 100 plus 6 into 1 lakh. ഒറ്റ 10 100 1000 10000 ലക്ഷം മൈനസ് P1 by 100 equal 6750. 6750. ഇത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇത് രണ്ടും സ്വഭാവം കൊണ്ട് ആരാ? ഒരു വരയ്ക്ക് മുകളിൽ ആള്, വരയ്ക്ക് താഴെ ആള്. ആരാ? ഫ്രാക്ഷൻ. ആരാ? മലയാളത്തിൽ ഭിന്നസംഖ്യ. എങ്ങനെയുള്ള ഫ്രാക്ഷൻ, എങ്ങനെയുള്ള ഭിന്നസംഖ്യ? ഡിനോമിനേറ്റർ സെയിമായ, ഛേദം ഒരുപോലെയായ രണ്ട് ഭിന്നസംഖ്യകളാണ്, രണ്ട് ഫ്രാക്ഷൻസ് ആണ്. അവരെ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്? ഡിനോമിനേറ്റർ സെയിമായ, ഛേദം ഒരുപോലായ രണ്ട് ഫ്രാക്ഷൻ ഭിന്നസംഖ്യ എങ്ങനെ ആഡ് ചെയ്യുന്നത്? ആ ഡിനോമിനേറ്റർ, ആ ഛേദം അങ്ങോട്ട് എടുത്തെഴുതുക. എന്നിട്ട് ന്യൂമറേറ്റർ അംശം തമ്മിൽ എന്ത് ചെയ്താൽ മതി? കൂട്ടിയാ മതി, ആഡ് ചെയ്താൽ മതി. എഴുത 100ൽ പറഞ്ഞോ. ന്യൂമറേറ്റർ ആഡ് ചെയ്താൽ മതി. പറഞ്ഞോ. 7P1 plus 6 into 1 lakh 1 ലക്ഷം മൈനസ് P1 ഈക്വൽ 6750. ഇതുണ്ടെന്നെങ്കിലും ഇല്ല ആണോ? അപ്പോ വീണ്ടും നമ്മൾ ആ ഡിനോമിനേറ്റർ ഛേദം അതുപോലെ തന്നെ എഴുതി. 7P1 രണ്ടേ 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ചൊരു പരിപാടി. ഈ ബ്രാക്കറ്റിന് വെളിയിൽ കിടക്കുന്ന 6 കൊണ്ട് ബ്രാക്കറ്റിനകത്തോട്ട് ഗുണിക്കണം, മൾട്ടിപ്ലൈ ചെയ്യണം. 6 into 1 lakh. 6 ഗുണം 1 ലക്ഷം 6 lakh. അപ്പൊ 6 2 4 5 6 lakh. മൈനസ് 6 into P1. 6P1 ഈക്വൽ 6750. 6750. കുഴപ്പമൊന്നുമില്ലല്ലോ. 7P1 മൈനസ് 6P1. ഫോർ എക്സാമ്പിൾ P1 ചക്കയാന്ന് വിചാരിക്കാം. 7P1 എന്ന് പറഞ്ഞാൽ 7 ചക്ക, 6P1 എന്ന് പറഞ്ഞാൽ 6 ചക്ക. 7 ചക്കയിൽ നിന്ന് 6 ചക്ക കുറയ്ക്കണം. ഉത്തരം 1 ചക്ക അല്ലേ? 1 ചക്ക എന്നുള്ള എങ്ങനെ എഴുതി വെക്കും? 1P1 എന്നാണ് എഴുതേണ്ടത്. പക്ഷെ നമ്മൾ എങ്ങനെ എഴുതിയാൽ മതി? P1 പ്ലസ് P1 പ്ലസ് ഉണ്ടെന്നില്ല 6 lakh by 100 ഈക്വൽ 6750. 6750. ഇവിടെ ഈ വരയ്ക്ക് താഴെ ഈ 100 കൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നു? ഡിവൈഡ് ചെയ്തേക്കുന്നു, ഹരിച്ചേക്കുന്നു. ഇത് അപ്പുറത്ത് കൊണ്ടുപോയാൽ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം, ഗുണിക്കണം. അപ്പൊ എഴുതിയാട്ടെ. P1 പ്ലസ് 6 lakh ആണോ? ഈക്വൽ 6750. 6750 ഇൻറ്റു 100. 100. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇല്ല. അപ്പോൾ P1 പ്ലസ് 6 lakh അല്ലേ? ആണോ? ഈ 6750 6750 100 കൊണ്ട് ഗുണിക്കാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ എന്താ എളുപ്പമാർഗം? ഈ നമ്പർ അതുപോലെ എടുത്ത് എഴുതിയിട്ട് 2 0 കൂടെ കൊടുത്താൽ മതി. ഇതെങ്ങനെ വായിക്കും? ഒറ്റ 10 100 1000 10000 ലക്ഷം 6 lakh and 75,000. 6,75,000 രൂപ. എഴുതിയാട്ടെ. എഴുതിയോ? അല്ല, ഇവിടെ നിന്ന് 6 വില വേണ്ടേ നമുക്ക്?
P1. അപ്പൊ P1 ഈക്വൽ പറഞ്ഞാട്ടെ 6,75,000 6,75,000. ഇവിടെ ഈ 6 ലക്ഷം എന്ത് ചെയ്തിരിക്കുന്നു? 6 ലാക്ക് കൂട്ടിയിരിക്കുന്നു, ആഡ് ചെയ്തേക്കുന്നു. ഇത് അപ്പുറത്തോണ്ട് പോയി മൈനസ് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ 6 ലക്ഷം. ഓക്കെ ആണോ? അപ്പോൾ P1 ഈക്വൽ 6,75,000 നിന്ന്, അപ്പൊ മൈക്ക് ഓഫ് ചെയ്യണം, ഭയങ്കര സൗണ്ട് വെക്കുന്നു. 6,75,000 നിന്ന് 6 ലക്ഷം കുറച്ചാൽ എത്ര കിട്ടും? 75,000. സാധാരണഗതിയിൽ ഒരുപാട് വലിയ നമ്പർ കാണുമ്പോഴേ നമ്മൾ പേടിക്കും. ഇപ്പത്തെറ്റും എന്ന് പറഞ്ഞ് നമ്മൾ കണക്ക് ചെയ്യണം. അങ്ങനെയാണ് ഉറപ്പായിട്ടും ഇടയ്ക്ക് എവിടെങ്കിലും വെച്ച് തെറ്റും. പക്ഷെ നമ്മൾ വളരെ സമാധാനപൂർവ്വം ചെയ്തപ്പോൾ വല്ലയിടത്തും തെറ്റിയോ ഇല്ല. അല്ല, എന്തുവായിരുന്നു ഈ P1? ഒന്നാമത്തെ സ്കീമിൽ, ഒന്നാമത്തെ പദ്ധതിയിൽ നിക്ഷേപിച്ച, ഡെപ്പോസിറ്റ് ചെയ്ത തുകയല്ലേ? അപ്പൊ എഴുതുക, മണി ഡെപ്പോസിറ്റഡ് ഇൻ ദി കിട്ടുന്നില്ല ഫസ്റ്റ് സ്കീം. മലയാളത്തിൽ ഒന്നാമത്തെ പദ്ധതിയിൽ നിക്ഷേപിച്ച തുക. മണി ഡെപ്പോസിറ്റഡ് ഇൻ ദി ഫസ്റ്റ് സ്കീം, ഒന്നാമത്തെ പദ്ധതിയിൽ നിക്ഷേപിച്ച തുക. അറിയോ? അതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? P1. അപ്പൊ ഈക്വൽ P1. ആ P1ന്റെ വില എത്ര? 75,000, 75,000 രൂപ, റുപ്പീസ് ആണോ? അല്ല, ഒന്നാമത്തെ ബാങ്കിലെ മാത്രമല്ലല്ലോ നമുക്ക് വേണ്ടത്, നമുക്ക് ഇവിടുത്തെ കൂടെ വേണം. അപ്പൊ അടുത്ത വരിയിൽ മണി ഡെപ്പോസിറ്റഡ് ഇൻ ദി സെക്കൻഡ് സ്കീം. മലയാളത്തിൽ രണ്ടാമത്തെ പദ്ധതിയിൽ നിക്ഷേപിച്ച തുക. സമം അല്ലല്ല, അത് നമ്മൾ എന്ത് വിളിച്ചത്? ഈക്വൽ ശരിയാ, 1 lakh മൈനസ് P1. അപ്പൊ 1 lakh മൈനസ് P1 75,000. 1 ലക്ഷത്തിൽ നിന്ന് 75,000 രൂപ കുറച്ചാൽ 25,000, 25,000 റുപ്പീസ്. കണക്ക് ശരിയാവുന്നുണ്ടോ? ഒന്നാമത്തെ ബാങ്കിൽ 75,000 രൂപയും രണ്ടാമത്തെ ബാങ്കിൽ 25,000 രൂപയും നിക്ഷേപിക്കുമ്പോ, ഡെപ്പോസിറ്റ് ചെയ്യുമ്പോ ടോട്ടൽ എത്ര രൂപ വരും? 1 ലക്ഷം രൂപ, 1 lakh റുപ്പീസ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടല്ലോ. ശരി, ഓൾ സ്റ്റാൻഡപ്പ് വായിച്ചു നോക്കുക. മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം. അപ്പോ മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ 8ാമത്തെ ചോദ്യം ഫിസിക്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. വായിച്ചേ. ആൻ ഒബ്ജക്റ്റ് മീൻസ് വസ്തു. ഫോർ എക്സാമ്പിൾ, നമ്മുടെ നിയ ഫാത്തിമയാണ് ഒബ്ജക്റ്റ്, വസ്തു എന്ന് വിചാരിക്കാം. എന്നിട്ട് എന്ത് ചെയ്തു? സ്റ്റാർട്ട് വിത്ത് സ്പീഡ് ഓഫ് u മീറ്റർ പെർ സെക്കൻഡ്. UMRS നല്ലത് വായിക്കേണ്ടത്. എങ്ങനെയാ വായിക്കേണ്ടത്? u മീറ്റർ പെർ സെക്കൻഡ്. അതിനെ നിങ്ങളുടെ ഫിസിക്സ് സാറന്മാർ പറയാറുണ്ട് ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യ പ്രവേഗം എന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. എന്നാ ഫിസിക്സിന് അത് പഠിക്കാനുണ്ട്. എന്താണ്? ഒരു വസ്തു സ്റ്റാർട്ട് ചെയ്യുന്ന വെലോസിറ്റിക്ക് പറയുന്ന പേരാണ് ഇനിഷ്യൽ വെലോസിറ്റി, ആദ്യ പ്രവേഗം. അപ്പൊ നമ്മുടെ വസ്തു സഞ്ചരിച്ചു തുടങ്ങുന്ന സ്പീഡ് എത്ര? സ്റ്റാർട്ടിങ് സ്പീഡ് എത്രയാണ്? u മീറ്റർ പെർ അത് ശരിയാ. UMRS ആണോ? അല്ല, u മീറ്റർ പെർ സെക്കൻഡ്. ബാക്കി വായിച്ചാട്ടെ. ആൻഡ് ട്രാവൽസ് എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. ഇനി ഈ വസ്തു എങ്ങനെ സഞ്ചരിക്കുന്നത്? ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ്, ഒരു നേർരേഖയിലാണ് ഈ വസ്തു എന്ത് ചെയ്യുന്നത്? സഞ്ചരിക്കുന്നത്. എന്നിട്ട് ഇഫ് ദ സ്പീഡ് ഇൻക്രീസസ് അറ്റ് ദ റേറ്റ് ഓഫ് a മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ വസ്തു സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് നിന്ന് സ്ട്രെയിറ്റ് ലൈനിൽ, നേർരേഖയിലാണ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ക്ലിയർ ആവുന്നുണ്ടോ? ഉണ്ട്.
ഇനി ആ വസ്തു ഒരേ സ്പീഡിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വണ്ടി ഓടിക്കുന്നവർക്ക് അറിയാം, ആദ്യം പതിയെ സ്പീഡിൽ പോയി പിന്നെ പതുക്കെ പതുക്കെ എന്ത് ചെയ്യുകയാണ്, സ്പീഡ് കൂടുകയാണ്. ഇവിടെ വസ്തുവിന്റെ വേഗത സ്പീഡ് എത്ര വെച്ചാ കൂടുന്നത്? മീറ്റർ/സെക്കൻഡ് വെച്ച് സ്പീഡ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൂടിക്കൊണ്ടിരിക്കുകയാണ്. വേഗത എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാര്യം ഓക്കെ ആയോ? 3 കാര്യങ്ങൾ. ഒരു വസ്തു μm/സെക്കൻഡ് വേഗതയിൽ അതിന്റെ ചലനം തുടങ്ങി, മോഷൻ ആരംഭിച്ചു. അത് സഞ്ചരിക്കുന്ന ഡയറക്ഷൻ, ദിശ എങ്ങനെയാണ്? സ്ട്രെയിറ്റ് ലൈനിലാണ്, നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും അതിന്റെ വേഗത എത്ര വെച്ച് കൂടിക്കൊണ്ടിരിക്കുന്നു? മീറ്റർ/സെക്കൻഡ് വെച്ച് കൂടിക്കൊണ്ടിരിക്കണം. ഇത്രയും കാര്യം ഓക്കെ ആയോ? ആയോ? ബാക്കി വായിച്ചാട്ടെ. The speed at the time t is u is equal to u plus at. എന്തോന്നാണ് വായിച്ചേ? The speed at the time t second. t സെക്കൻഡ് സമയത്തെ സ്പീഡ് എന്നൂടെ. t സെക്കൻഡ് സമയത്തെ സ്പീഡ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. സ്പീഡിനെ നമുക്ക് എസ് കൊണ്ട് സൂചിപ്പിച്ചാൽ എസ് ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. എസ് ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. എന്നിട്ട് ദ സ്പീഡ് അറ്റ് 1 സെക്കൻഡ്. 1 സെക്കൻഡ് ഉള്ളപ്പോഴത്തെ സ്പീഡ് എത്ര? 5 മീറ്റർ/സെക്കൻഡും അതിന്റെ 5 സെക്കൻഡ് 5 സെക്കൻഡ് ഉള്ളപ്പോഴത്തെ സ്പീഡ് 13 മീറ്റർ/സെക്കൻഡും ആണ്. അങ്ങനാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് ദ സ്പീഡ് ഈസ് ഇൻക്രീസിങ്? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സ്പീഡ് ഉണ്ടല്ലോ, വേഗത എന്ത് റേറ്റിലാണ് കൂടുന്നത് എന്ന് പറഞ്ഞാൽ ആരുടെ വില കണ്ടുപിടിക്കണം? എയുടെ വില കണ്ടുപിടിക്കണം. മീറ്റർ/സെക്കൻഡിന്റെ വിലയല്ല, എ എത്ര. കാരണം എ വെച്ചല്ലേ എന്റെ വേഗത കൂടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നത്തെ ചോദ്യം, വാട്ട് ഈസ് ദ സ്റ്റാർട്ടിംഗ് സ്പീഡ് എന്ന് പറയുമ്പോൾ ആരെ കണ്ടുപിടിക്കണം? യുവിനെയും കണ്ടുപിടിക്കണം. ആരെ കണ്ടുപിടിക്കണം? അപ്പൊ ഒന്നുകൂടെ ബോർഡിലേക്ക് നോക്കിയിരിക്കുക. ഒരു വസ്തു അതിന്റെ ചലനം തുടങ്ങുന്നു, മോഷൻ ആരംഭിക്കും. അപ്പൊ അതിന്റെ ഇനിഷ്യൽ സ്പീഡാണ് എത്ര? ആദ്യത്തെ വേഗതയാണ് u മീറ്റർ/സെക്കൻഡ്. അത്ര ഓക്കെ ആണല്ലോ. ഇനി ഈ വസ്തു ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും അതിന്റെ സ്പീഡ് എത്ര വെച്ച് കൂടിക്കൊണ്ടിരിക്കുന്നു? a മീറ്റർ/സെക്കൻഡ് വെച്ച് കൂടിക്കൊണ്ടിരിക്കുന്നു. അത്ര ഓക്കെ ആണല്ലോ. ഇനി നോക്കുക, t സെക്കൻഡ് സമയത്തെ സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എസ് ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. എസ് ഇസ് ഈക്വൽ ടു യു. എസ് എന്തുവാ? സ്പീഡ്. യു എന്തുവാ? ഇനിഷ്യൽ സ്പീഡ് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് സ്പീഡ്, തുടങ്ങുമ്പോഴത്തെ വേഗത. എ എന്താണ്? ആ സ്പീഡിൽ ഉണ്ടാകുന്ന വർധനവ്, വേഗതയിൽ ഉണ്ടാകുന്ന വർധനവ്. ടി എന്താണ്? ടൈം, സമയം. ഒന്നുകൂടെ, എസ് എന്താണ്? സ്പീഡ്, വേഗത. യു എന്താണ്? ഇനിഷ്യൽ സ്പീഡ്, ആദ്യത്തെ വേഗത. എ എന്താണ്? സ്പീഡിൽ ഉണ്ടാകുന്ന വർധനവ്, സ്പീഡിൽ ഉണ്ടാകുന്ന ഇൻക്രീസ്. ഈ എന്താണ്? ഇനി ക്വസ്റ്റ്യന് പറയുന്നു, 1 സെക്കൻഡ് സമയമുള്ളപ്പോഴത്തെ സ്പീഡ് 5 മീറ്റർ/സെക്കൻഡും 5 സെക്കൻഡ് ഉള്ളപ്പോഴത്തെ സ്പീഡ് 13 മീറ്റർ/സെക്കൻഡുമാണ്. അങ്ങനാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കണ്ടുപിടിക്കണം? ആ വസ്തുവിന്റെ വേഗത, സ്പീഡ് വർദ്ധിക്കുന്നതിന്റെ റേറ്റ്, നിരക്ക്, അതായത് ഈ എ എത്രയാണ് കണ്ടുപിടിക്കണം. അടുത്തത്, ആ വസ്തുവിന്റെ സ്റ്റാർട്ടിംഗ് സ്പീഡ് എത്രയാണ്? വസ്തു എന്ത് വേഗതയിലാണ് ചലനം തുടങ്ങിയതെന്ന് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഇത്രയും കാര്യം ഇവിടെ കിട്ടിയ എല്ലാവർക്കും ഓൾ സ്റ്റാൻഡപ്പ്. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായോ? വായിച്ചു നോക്കുക. മനസ്സിലാകുന്നെങ്കിൽ ഇരിക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കുക. അപ്പൊ ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരാളെ ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. പറയാവോ ആരാണെന്ന്? അത് വെച്ചിട്ടാണ് നമ്മുടെ പ്രോബ്ലം ഇനി മുന്നോട്ട് നീക്കേണ്ടത്. ശ്രദ്ധിച്ചു നോക്കിയാൽ എന്ത് ഈക്വൽ ടു?
ആ എഴുതുക എസ് ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. ഇതൊന്ന് വരച്ച് ബോക്സിലിടുക. എസ് ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് വരച്ച് ബോക്സിലിടുക. നമ്മൾ ഇതിനകത്തിലെ ആദ്യത്തെ കണ്ടീഷൻ അങ്ങോട്ട് എടുക്കാൻ പോകും. എന്തുവായിരുന്നു ഫസ്റ്റ് കണ്ടീഷൻ? ഒരു സെക്കൻഡ് ഉള്ളപ്പോഴത്തെ സ്പീഡ് 5 മീറ്റർ പെർ സെക്കൻഡ് ആണല്ലോ. അപ്പൊ എഴുതുക വെൻ WHEN വെൻ t ഈക്വൽ 1 സെക്കൻഡ്. അപ്പോ മലയാളത്തിൽ എഴുതുമ്പോ t സമം 1 സെക്കൻഡ് ആകുമ്പോൾ ഇതെന്തുവായിരുന്നു? അല്ല അതെന്തുവായിരുന്നു? സ്പീഡ്. എസ് ഇസ് ഈക്വൽ ടു 5 മീറ്റർ പെർ സെക്കൻഡ്. 5 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ. ഇതിനെ നിങ്ങൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. ഏതാ? എസ് ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കും. ഈ വിലകൾ കൊണ്ടുപോയി എവിടോട്ട് കൊടുക്കണം നമ്മൾ? ഇക്വേഷൻ നമ്പർ. അപ്പൊ അടുത്ത എഴുതുക ഇക്വേഷൻ നമ്പർ 1 ഇംപ്ലൈസ് എന്നിങ്ങനെ സമവാക്യം 1 ഇങ്ങനെ മാറും എന്നാണ് എന്റെ അർത്ഥം. എന്റെ കൂടെ പറഞ്ഞിരിക്കെ എസിന് പകരം എന്ത് എഴുതും? 5 ഈക്വൽ പറഞ്ഞോ ശരിയാ. യു പ്ലസ് എ ഇൻറ്റു ടിക്ക് പകരം 1. മനസ്സിലായില്ല? അതിൽ 2 ആളുകൾക്കെ വില കൊടുക്കാൻ പറ്റത്തുള്ളൂ. ആർക്കൊക്കെ? എസിന്റെ സ്ഥാനത്തോട്ട് 5 എന്നും കൊടുക്കാം, ടിയുടെ സ്ഥാനത്തോട്ട് 1 എന്നും കൊടുക്കാം. അത്രയും മാത്രം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ 5 ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ഇൻറ്റു 1 എ. അപ്പൊ 5 ഈക്വൽ യു പ്ലസ് എ. അപ്പൊ തിരിച്ചെഴുതിയാൽ യു പ്ലസ് എ ഈക്വൽ വരച്ച് ബോക്സിലിടുക ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കാം. ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? അപ്പോ ഇല്ല. ക്ലാസ്സിൽ ഇരിക്കുന്നവർക്ക് ഇല്ല. ഇനി അടുത്തത് വീണ്ടും ഇതുപോലൊരു കണ്ടീഷൻ കൂടിയില്ലേ? ഒന്ന് പറഞ്ഞത്. വെൻ ടി ഈക്വൽ 5 സെക്കൻഡ്സ് എസ് ഇസ് ഈക്വൽ ടു 13 മീറ്റർ പെർ സെക്കൻഡ്. മലയാളത്തിൽ ടി സമം 5 സെക്കൻഡ് ആകുമ്പോൾ എസ് സമം 13 മീറ്റർ പെർ സെക്കൻഡ്. ഈ വില കൊണ്ടുപോയി നമ്മളോട് കൊടുക്കണം. ഇക്വേഷൻ നമ്പർ അപ്പൊ എഴുതുക അടുത്ത വരി. ഇക്വേഷൻ നമ്പർ 1 ഇംപ്ലൈസ് സമവാക്യം 1 ഇങ്ങനെ മാറും. പറഞ്ഞാട്ടെ. എസിന് പകരം 13 ഈക്വൽ യു പ്ലസ് എ ഇൻറ്റു ടിക്ക് പകരം 5. അപ്പോൾ 13 ഈക്വൽ യു പ്ലസ് എ ഇൻറ്റു 5. A5 അല്ല 5A. ഓക്കെ. ഇത് തിരിച്ചെഴുതിയാൽ എങ്ങനെ എഴുതും? യു പ്ലസ് 5A ഈക്വൽ 30. ഇക്വേഷൻ നമ്പർ 3. ഇവിടം വരെ ആർക്കെങ്കിലും കുഴപ്പമുണ്ടോ? ഉണ്ടോ? ശ്രദ്ധിക്കാം. നമ്മുടെ ഈ കണക്കൂടെ കഴിഞ്ഞാൽ ഈ സെക്ഷൻ തീർന്നു. ഇനി പഠിക്കാൻ പോകുന്ന ലാസ്റ്റ് സെക്ഷൻ, അതാണ് സെക്കൻഡ് സെക്ഷൻ. അതിനകത്തിലാണെങ്കിൽ ഇത് നമുക്ക് മറ്റൊരു മെത്തേഡ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഈ പാഠം മൊത്തം പഠിച്ചു കഴിയുമ്പോൾ ഈ കണക്ക് നിങ്ങൾക്ക് മറ്റൊരു മെത്തേഡിലൂടെ എന്ത് ചെയ്യാം. പക്ഷെ ഇപ്പൊ നമുക്ക് പറ്റത്തില്ല, കാരണം ഇപ്പൊ നമുക്ക് ഒരു മെത്തേഡ് അറിയത്തുള്ളൂ. then ഇവിടെ പറഞ്ഞേക്കുന്നു യുവും എയും കൂടെ കൂട്ടിയാൽ 5 കിട്ടും. ഇവിടെ പറയുന്നു യു പ്ലസ് 5എയുടെ വില 13. നമുക്ക് ആരുടെയൊക്കെ വിലയാ വേണ്ടത്? യുവും വേണം എയും വേണം. എങ്ങനെ കണ്ടുപിടി? നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എക്സും വൈയും കൂടെ ഒക്കെ വരുമ്പോൾ ചെയ്യുന്ന പരിപാടി. ഈ ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് ഒന്നുകിൽ യുവിന് അല്ലെങ്കിൽ എക്ക്, ഒന്നിലല്ല രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് ഒന്നുകിൽ യുവിന് അല്ലെങ്കിൽ എക്ക് ഒരു വില എന്ത് ചെയ്യുക? കണ്ടുപിടിക്കാം. അപ്പൊ എഴുതുക ഫ്രം. ബോർഡ് നോക്കി എഴുതണം.
ആ എന്തുപറ്റി? ആ ഫ്രം ഇക്വേഷൻ നമ്പർ 2 സമവാക്യം 2 നിന്ന്. അപ്പൊ നമ്മൾ യുവിനാണ് വില എഴുതാൻ പോകുന്നതെന്ന് വിചാരിക്കാം. ആർക്കാണ്? അപ്പൊ യു ഈക്വൽ പറഞ്ഞാട്ടെ. ആ യുവും എയും കൂടെ കൂട്ടിയാൽ 5 കിട്ടും. അങ്ങനെയാണ് യുവിന്റെ വില. പറയാ ശരിയാ. 5 മൈനസ് എ. ഇതേപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആരുടെ വില കണ്ടുപിടിക്കാം? എയുടെ വില. അതെങ്ങനെ കണ്ടുപിടിക്കും? എ ഈക്വൽ 5 മൈനസ് യു. രണ്ടുകൂടെ കണ്ടുപിടിക്കരുത്, ഏതെങ്കിലും ഒരെണ്ണം കണ്ടുപിടിക്കാം. അപ്പൊ ആരുടെ വില കണ്ടുപിടിച്ചു? യുവിന്റെ വില. എഴുതിയായിരുന്നോ? ഈ യുവിന്റെ വില കൊണ്ട് എവിടെ കൊടുക്കാം? അടുത്ത ഇക്വേഷൻ കൊടുക്കാം. എവിടെ? അപ്പൊ അടുത്ത എഴുതുക. put this value എഴുതിയോ? ഇൻ ഇക്വേഷൻ നമ്പർ 3. മലയാളത്തിൽ ഈ വില സമവാക്യം 3 ആരോപിച്ചാൽ put this value ഇൻ ഇക്വേഷൻ നമ്പർ 3. പാഠം എഴുതിയോ? അടുത്ത വരിയിൽ ഇക്വേഷൻ നമ്പർ 3 ഇംപ്ലൈ സമവാക്യം 3 ഇങ്ങനെ മാറും. പറഞ്ഞാട്ടെ. യുവിന് പകരം എന്ത് കൊടുക്കും നിങ്ങൾ? 5 മൈനസ് എ പ്ലസ് 5a ഈക്വൽ 13. ആണോ? ഓക്കെ. 5 അവിടെ നിൽക്കട്ടെ. മൈനസ് എ പ്ലസ് 5a പ്ലസ് 5a. ഒരാള് നെഗറ്റീവ്, ഒരാള് പോസിറ്റീവ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കും. 5a നിന്ന് എ കുറച്ചാൽ 4a 4a. വലുതിന്റെ ചിഹ്നം പ്ലസ്. അപ്പൊ 5 പ്ലസ് 4a ഈക്വൽ 13. ആണോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് 4a വില എങ്ങനെ കിട്ടും? 4a ഈക്വൽ 13 മൈനസ് 5. ആണോ? അപ്പോൾ 4a ഈക്വൽ 13 നിന്ന് 5 കുറച്ചാൽ 8. ഇത് 4a വിലയല്ലേ? അപ്പൊ എ എങ്ങനെ കണ്ടുപിടിക്കും? a ഈസ് ഈക്വൽ ടു 8/4. എ ഈക്വൽ അപ്പൊ ആരെ കിട്ടി? എ കിട്ടി. ഇനി ആരെ കൂടെ വേണം? യു. അത് കണ്ടുപിടിക്കും. വേണ്ട കണ്ടുപിടിച്ചിട്ടില്ലേ? യു ഈക്വൽ 5 മൈനസ് എ എന്ന് എഴുതി വെച്ചിട്ടില്ലേ? ബാക്കി ഏത് ഇക്വേഷൻ കൊടുത്താലും കിട്ടും. ഇവിടെ ഇപ്പൊ യു ഈക്വൽ 5 മൈനസ് എ നമ്മൾ നേരിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ എഴുതുവാണെങ്കിൽ put a ഈക്വൽ ടു ഇൻ ഇക്വേഷൻ നമ്പർ 2. അതിൽ നിന്നല്ലേ നമ്മൾ എഴുതിയേക്കുന്നേ? അതിനകത്ത് എഴുതിയിരിക്കുന്നേ. അപ്പൊ 2 എവിടെ കൊടുത്താലും കറക്റ്റാ. ഇനി അല്ല മൂന്നാമത്തേനകത്ത് കൊടുത്താലും കിട്ടും. ഓക്കെ. അപ്പൊ put a ഈക്വൽ ടു ഇൻ ഇക്വേഷൻ നമ്പർ 2. മലയാളത്തിൽ a സമം 2 എന്ന് സമവാക്യം 2 ആരോപിച്ചാൽ അറിയോ? ഇക്വേഷൻ നമ്പർ 2 ഇംപ്ലൈ സമവാക്യം 2 ഇങ്ങനെ മാറും. പറഞ്ഞാട്ടെ. യു പ്ലസ് എക്ക് പകരം 2 ഈക്വൽ 5. അപ്പൊ യു ഈക്വൽ 5 പ്ലസ് 2 അപ്പുറത്ത് പോട്ടെ. അപ്പൊ യു ഈക്വൽ 3. എയും യു അല്ല കണ്ടുപിടിക്കേണ്ടിയിരുന്നത്. ആണോ? അല്ലേ കണ്ടുപിടിക്കണ്ടേ? ഇനി യു എന്താണ്, എ എന്താണ്? യു എന്ത് വരുന്നു? ഞാനൊരു ഉറക്കം കൊടുത്ത് എഴുതിയിട്ടുണ്ട്. യു സ്റ്റാർട്ടിങ് സ്പീഡ് അല്ലയോ? സ്റ്റാർട്ടിങ് സ്പീഡ് അല്ലേ യു എന്ന് പറഞ്ഞത്? എഴുതുക. സ്റ്റാർട്ടിങ് സ്പീഡ് ഈക്വൽ എന്താണ്? അങ്ങനെ അവിടെ കൊടുത്തേക്കുന്നത് മലയാളം മീഡിയക്കാർ ക്വസ്റ്റൻ. അതിൽ ആദ്യ പ്രവേഗം എന്നാണ് കൊടുത്തേക്കുന്നത്. എന്ത് കൊടുത്തേക്കുന്നത്? ആദ്യ വേഗത. എന്തോ കൊടുത്തേക്കുന്നത്? ചോദ്യം തുടങ്ങുന്നിടത്ത് യു മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ തുടങ്ങി ഓരോ സെക്കൻഡിൽ മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ എന്തായിരിക്കും ആദ്യത്തെ വേഗത? യു മീറ്റർ പെർ സെക്കൻഡ് എന്നല്ലേ എഴുതി വെച്ചേക്കുന്നേ? യു മീറ്റർ പെർ സെക്കൻഡ്. യുവിന്റെ വില എത്ര? 3 മീറ്റർ പെർ സെക്കൻഡ്. നീ എ എന്തുവായിരുന്നു? സ്പീഡ് കൂടുന്നതിന്റെ റേറ്റ്. അടുത്ത വരി എഴുതുക.
the rate at which speed is increasing. The rate at which the speed is increasing. മലയാളത്തിൽ വേഗത വർദ്ധിക്കുന്നതിന്റെ നിരക്ക്. വേഗത വർദ്ധിക്കുന്നതിന്റെ നിരക്ക്. അത് നമ്മൾ എങ്ങനെ എടുത്തു വെച്ചിരുന്നത്? a മീറ്റർ പെർ സെക്കൻഡ്. എയുടെ വില എത്ര? 2 മീറ്റർ പെർ സെക്കൻഡ്. എന്ന് വെച്ചാൽ നമ്മുടെ വസ്തു 3 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിലാണ് സഞ്ചരിച്ചു തുടങ്ങുന്നത്. അത് ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും അതിന്റെ വേഗത എത്ര വെച്ച് വർദ്ധിപ്പിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ആദ്യം 3, പിന്നെ 3 രണ്ടൂടെ ചേർത്ത് 5 ആയി, പിന്നെ 7 ആയി, പിന്നെ 9 ആയി. ഇങ്ങനെ അതിന്റെ വേഗത എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? വർദ്ധിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്നു. കരിപിടി കിട്ടിയോ? ഓൾ സ്റ്റാൻഡപ്പ് ഒന്ന് വായിച്ചാട്ടെ. അപ്പൊ മനസ്സിലായോ? ഓക്കെ, വായിച്ചു നോക്കിയാട്ടെ.